നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ഞാനിപ്പോൾ കാലടിയിൽ ശ്രീ ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലടിയിൽ ആദിശങ്കരൻ ജനിച്ച സ്ഥലവും അതുപോലെ തന്നെ ആദിശങ്കരൻ്റെ വീട്, അമ്മയെ മറവ് ചെയ്തിട്ടുള്ള ആ സ്ഥലം, ആ സ്മൃതി മണ്ഡപം, അതുപോലെ തന്നെ അവിടെ ശാരദാപീഠം, ശ്രീകൃഷ്ണ ക്ഷേത്രം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് പോകാം. വരൂ. ഞാൻ മാത്രമല്ല കേട്ടോ, കൂടെ എൻ്റെ സഹധർമ്മിണിയും കൂടി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പരമാവധി യാത്രകളൊക്കെ ചെയ്യാറ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇതാ കണ്ടോ, വെൽക്കം ശ്രീ ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രം, കാലടി, എറണാകുളം, കേരള സംസ്ഥാനം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. ഇത് നമുക്കിവിടുന്ന് നേരെ പോകാം. നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എത്തുന്നത് ആദിശങ്കരൻ്റെ ജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ കവാടത്തിലേക്കാണ് എത്താൻ പോകുന്നത്. ആ കാണുന്നതാണ് ക്ഷേത്രത്തിലേക്കുള്ള കവാടമാണ് ആ കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ വന്ന വഴിയാണ് കേട്ടോ അത്. ഇതാണ് ഇതിൻ്റെ കവാടം. ശ്രീശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന കവാടമാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ധാരാളം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാം, ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവിടെ. ഇവിടെ ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വെള്ളമൊക്കെ കിട്ടാവുന്ന രൂപത്തിലുള്ള ഷോപ്പൊക്കെ ഉണ്ട്. വാഹനങ്ങളുടെ ധാരാളം പാർക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുൻപിൽ തന്നെ വലിയൊരു മാവുണ്ട്. ഇത് നല്ലൊരു ചെമ്പകം നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചെമ്പകം, ഇവിടെ ഇത് വിദ്യാപീഠമോ അങ്ങനെ എന്തൊക്കെയാണ്. ശ്രീ വിദ്യാതീർത്ഥ കൃപ എന്ന് പറഞ്ഞ ഒരു കെട്ടിടമാണ് കേട്ടോ അത്. എന്തോ ഒരു വിശേഷമൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു ആൽമരമുണ്ട്. ആ ആൽമരത്തിൻ്റെ ചുവട്ടിലതാ അവിടെ ചെറിയൊരു നാഗങ്ങളാണോ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞോട്ടെ. അവിടെ ചെറിയൊരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ എന്തോ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്, ശതാഭിഷേകമോ അങ്ങനെന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മളവിടെ നിന്ന് വന്ന ആ ഗേറ്റിൻ്റെ ഭാഗമാണ് ആ കാണുന്നത് കേട്ടോ. ഇവിടെ ഒരു ശതാഭിഷേക ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ, ഈ ഹാളിനുള്ളിൽ ധ്യാനമണ്ഡപമാണിത് കേട്ടോ. കണ്ടോ, ഇവിടെ ധ്യാനത്തിനിരിക്കാൻ നല്ല സൗകര്യമാണ്. ശ്രീരാമൻ്റെ ഒരു ചെറിയൊരു കട്ടൗട്ടൊക്കെ വെച്ച് ധ്യാനമണ്ഡപം. ഈ കാണുന്ന ഇതിലൊക്കെ നമുക്ക് ഇരിക്കാം കേട്ടോ. ഇരുന്ന് നമുക്ക് ധ്യാനിക്കാം. അതിനൊക്കെ നല്ല സൗകര്യമുണ്ട് കേട്ടോ. ഇവിടെ ഈ ധ്യാന മണ്ഡപത്തിൻ്റെ മുൻപിൽ ഒരു 4-8 ബെഞ്ച് മാതിരി മാർബിളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലിരുന്ന് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന് നമുക്ക് ധ്യാനിക്കാം. വേണമെങ്കിൽ കാറ്റ് കൊള്ളാം. അങ്ങനെയൊക്കെയുള്ള കുറേ സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പോസിറ്റീവ് എനർജി, അതാണ് ഞാനത് പറയാൻ വിട്ടുപോയി കേട്ടോ. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ് കേട്ടോ. ശ്രീശങ്കര ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രം, ശൃംഗേരി, മട്ടച്ചക്കാലടി. ഇതിൻ്റെ ഉള്ളിൽ ആദിശങ്കരൻ്റെ വലിയൊരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വലിയൊരു സംഗതി തന്നെയാണ്. അത് കാണേണ്ടത് തന്നെയാണ് കേട്ടോ.
ഇതാണ് ക്ഷേത്രം കേട്ടോ. ക്ഷേത്രത്തിൻ്റെ കവാടമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക്, ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് മൊബൈൽ, ഫോൺ, ക്യാമറ, വീഡിയോ ഇതൊന്നും അലൗഡഡ് അല്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. എൻ്റെ ഗോപുരവാതിലുണ്ടോ. അതുതന്നെ അവിടെ നല്ലൊരു കിണറുണ്ട് കേട്ടോ. കിണർ പണ്ടത്തെ തുടി ചുറ്റും അത് കെട്ടിക്കുന്ന സംരക്ഷണ ഭിത്തിയൊക്കെ കെട്ടി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ പുറകിൽ ശങ്കരാചാര്യരുടെ പ്രതിമ. വരുന്നവർ മുഴുവനും ഈ ശങ്കരാചാര്യരുടെ പ്രതിമയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ള മത്സരമാണ് കേട്ടോ. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൊരു വലിയൊരു കുടുംബമാണ്. ആ കുടുംബക്കാരാണ് ഇപ്പോൾ ഇത് വീഡിയോ അല്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. എന്തൊരു ഭംഗിയെന്നറിയോ ഈ ശങ്കരാചാര്യരുടെ ഈ ക്ഷേത്രം കാണാനായിട്ട്. ജന്മസ്ഥലം, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം. അതുപോലെ തന്നെ ശങ്കരാചാര്യർക്ക് മാത്രമായിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു ക്ഷേത്രമുണ്ട് കേട്ടോ. ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ ശാരദാദേവിയുടെ ക്ഷേത്രമുണ്ട്. ശങ്കരാചാര്യരുടെ അമ്മയെ മറവ് ചെയ്തിട്ടുള്ള ആ സ്മൃതി മണ്ഡപമുണ്ട്. അതൊക്കെ കാണണം. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ. അതായത് പോസിറ്റീവ് എനർജി ധാരാളമുണ്ട്. അതിലൊരു നടുമുറ്റമുണ്ട്. ഞങ്ങൾ രാവിലെ വരുമ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി എന്നറിയോ? കനത്ത മഴ. ഈ കനത്ത മഴ പെയ്തുകൊണ്ട് ഈ നടുമുറ്റം പണ്ടത്തെ നാലുകെട്ടുമാരിക്കുള്ള കേട്ടിട്ടില്ലേ? നാലുകെട്ടല്ല, പക്ഷേ അതിൻ്റെ നടുമുറ്റത്ത് ശങ്കരാചാര്യരുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ കുറേ ചെടികളും വൃക്ഷത്തിൻ്റെ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിൽക്കാനായിട്ടൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല സുഖം. അതാണ് പ്രത്യേകത. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയാമോ? വളരെയധികം പോസിറ്റീവ് എനർജിയാണ്. പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരദാദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ആര്യാമ്പ എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ അമ്മയാണ്. ശങ്കരാചാര്യരുടെ അമ്മയുടെ സമാധിയുണ്ട് അവിടെ. അത് നമുക്ക് നേരിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ശങ്കരാചാര്യരുടെ ഒരു ക്ഷേത്രം കൂടിയുണ്ട്. ഈ 3 സംഗതികളും നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ലഭിക്കുക. ഈ പോസിറ്റീവ് എനർജി ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു 10 15 1 മണിക്കൂറോ 2 മണിക്കൂറോ നിന്നാൽ പോലും നമുക്കത് മതിയാവുകയില്ല. അതുപോലത്തെ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? ശങ്കരാചാര്യരുടെ ജനനം മുതൽ വിഷ്ണുലോകം പ്രാപിക്കുന്നത് വരെ അതുവരെയുള്ള ചരിത്രങ്ങൾ അതിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചിത്രത്തോടൊപ്പം തന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചോടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് മുതലക്കടവിലേക്കാണ്. മുതലക്കടവ് എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ സന്യാസം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം വന്നപ്പോൾ കാലടിയിൽ പെരിയാറിൽ അവിടെ ആൾ കുളിക്കാൻ പോയ സമയത്ത് കാലിൽ മുതല പിടിച്ചു എന്നാണ് പറയുന്നത്. ഈ മുതലയുടെ പിടി വിടുന്നതിന് വേണ്ടിയിട്ട് അമ്മയോട് കേണ് അപേക്ഷിച്ചു, എന്നെ സന്യാസത്തിന് വിടണം, എന്നാൽ മാത്രമേ ഈ മുതല എന്നെ വിടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ അമ്മ സന്യാസത്തിന് സമ്മതിക്കുകയും അതുപോലെ തന്നെ കാലിൽ നിന്ന് മുതല പിടിവിടുകയും ചെയ്തത്.
ചമ്പകം നട്ടാണണ്ട അറിയേ പോസിറ്റീവ് എനർജി കിട്ടുന്ന സാധനം അത്. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് കിടക്കാം. ആ ഉണ്ടോ അതൊക്കെ കളഞ്ഞു കേട്ടോ ഞാൻ പറയണത്. ഇവിടെ ഇതിലിതാ ഒരുപാട് മത്സ്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതിനുള്ളിൽ കുറേ മത്സ്യങ്ങളുണ്ട്. ഇതിൽ വലിയ വലിയ മത്സ്യങ്ങൾ ഇതാ. ഇത് മത്സ്യങ്ങളെ വളർത്തുന്നതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഈ ഭാഗത്തുണ്ട് മത്സ്യങ്ങൾ. ഇതിൽ മത്സ്യങ്ങളെ കാണാനില്ല കേട്ടോ. ആ ശങ്കരാചാര്യരുടെ ആ പ്രതിമ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്താ ഭംഗി പ്രതിമ കാണാനായിട്ട്. ഞങ്ങളിനി പുറത്തേക്ക് കിടക്കാനാട്ടോ. പുറത്തേക്ക് പോയിട്ട് ഇനി അടുത്തതൊക്കെ നോക്കാം, അടുത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അവിടെ ഒരു വലിയ വീടുണ്ട് കേട്ടോ. വലിയ വീടെന്ന് വെച്ചാൽ വലിയ വീട് തന്നെയാണ്. അതിവിടെ പൂജ ചെയ്യണ ആളുകളുടെ വീടാണെന്നാണ് തോന്നണം കേട്ടോ. വെറുതെ നോക്കിയിട്ട് വരാം. കൊടിയൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ. അതാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രധാന ഭാഗം കേട്ടോ. അവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ ഈ ചുമരിൽ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ചിത്രങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ചിത്രങ്ങളാണ്. ചുമർ ചിത്രങ്ങൾ ഇതിൽ നിന്നിട്ട് കനകധാരാസ്തവം, കനകധാരാസ്തവം എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. അത് വേറെ ചേട്ടാ. ഇത് നമുക്ക് ഇവിടെയുണ്ട് ഒരു ചുവർ ചിത്രം. അതെന്താന്ന് നോക്കാം. ഇതൊക്കെ നേരിട്ട് വന്ന് കാണണം കേട്ടോ. ഇതൊക്കെ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇത് ഗേറ്റിന് പുറത്താണ് കേട്ടോ. ഗേറ്റിന് പുറത്ത് നിന്നിട്ടാണ് എടുക്കണത്. ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ഇവിടുത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ പുറകുവശമാണ് കേട്ടോ. അവിടെ ഈ ചിത്രം കണ്ടോ. ശങ്കരാചാര്യരെ മുതല പിടിക്കുമ്പോൾ കാലിൽ മുതല കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മയോട് പറയുകയാണ്, എന്നെ സന്യാസത്തിന് പറഞ്ഞയക്കൂ, എന്നെ സന്യാസത്തിന് പറഞ്ഞയച്ചാൽ എന്നെ ഈ മുതല കടിച്ചു പിടിച്ചത് വിടും എന്ന് പറയുന്നൊരു സീനാണ് ഇവിടെ ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് സദ്വിദ്യ സഞ്ജീവനി ഋഗ്വേദ പാഠശാല കാലടിയിൽ കേട്ടോ. അത് നമ്മുടെ ഈ കാലടി ശ്രീശങ്കര ജന്മക്ഷേത്രത്തിന് തൊട്ടരികിലായിട്ട് തന്നെയാണ്
പാഠശാലയാണ്, ഋഗ്വേദ പാഠശാലയാണ് കേട്ടോ. ഇവിടെ എന്തോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശബ്ദങ്ങളൊക്കെയാണ് കേൾക്കണത് കേട്ടോ. ഇനി പോകുന്നത് എവിടേക്കാണെന്ന് അറിയാം. നമ്മൾ മുതലക്കടവിലേക്കാണ് കേട്ടോ പോണത്. ശങ്കരാചാര്യരുടെ ചെറുപ്പകാലത്ത് കാലിൽ മുതല കടിച്ചു എന്ന് പറഞ്ഞ കടവിലേക്കാണ് ഇനി നമ്മൾ പോണത്. ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടല്ലോ, ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ നിന്ന് ഇടത്തോട്ട് പോകുന്ന വഴിക്കാണ് ഈ കടവുള്ളത്. അതായത് പെരിയാറിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടുന്ന് കുറച്ചങ്ങനെ നടന്നാൽ മതി. അവിടെ സദ്വിദ്യ സഞ്ജീവനി ഋഗ്വേദ പാഠശാല കാലടി, അത് ഈ ശങ്കരാചാര്യരുടെ ജന്മക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ്. ഇതാണ് പവിത്രമായ മുതലക്കടവ്. അവിടെ അത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഹോളി ക്രൊക്കോഡൈൽ ഘാട്ട്. ഇതാണ് മുതലക്കടവിലേക്കുള്ള വഴിയാണ് കേട്ടോ. അത് മുതലക്കടവിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുതലക്കടവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് ഇനിയിപ്പോൾ നമുക്ക് അവിടെ ചെന്നാൽ അറിയുള്ളൂ. എന്താണ് മുതലക്കടവ് നോക്കാം. കുറച്ച് നടക്കാനുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ അധികമൊന്നുമില്ല, ലേശമാണ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മുതലക്കടവിലേക്ക് എത്താം. ഇത് പെരിയാറിലേക്ക് ചവിട്ടുപടിയാണ് കേട്ടോ. വെള്ളം ധാരാളമുണ്ട്, നോക്കി ഇറങ്ങേണ്ടി വരും കേട്ടോ. ഈ കൈവരിയിൽ കൂടി പിടിച്ച് നമുക്ക് ഇറങ്ങാം, പതുക്കെ ഇറങ്ങാം. കൈവരിയും കൂടി പതുക്കെ പിടിച്ചിട്ട് ഇറങ്ങാം നമുക്ക്. വഴുക്കലൊന്നും ഇല്ല കേട്ടോ. പതുക്കെ പിടിച്ച് ഇറങ്ങിക്കോ, വീഴാണ്ട് ഇറങ്ങിക്കോളൂ. ഇറങ്ങ്. ഇതാണ് മുതലക്കടവ്. ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം വിശ്രമിക്കാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പെരിയാറാണ് കേട്ടോ, പെരിയാറ്. ആണോ പെരിയാറ്. അവിടെ പാലം, കാലടി പാലം, ശ്രീശങ്കര പാലം കേട്ടോ, കാലടി ശ്രീശങ്കര പാലം. ഇതാണ് മുതലക്കടവ്. ആ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടുകളൊക്കെ കാണാൻ കഴിയും. കരുവാ. അങ്ങനെ ഞങ്ങൾ മുതലക്കടവിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് കേട്ടോ. ആ കണ്ണു അതൊന്നും വരുന്നില്ല, കാല് പ്രശ്നം. കാലടി കൃഷ്ണ ടെമ്പിൾ. ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾക്ക് കുറേ സുഹൃത്തുക്കൾ കിട്ടി. അവർ കോയമ്പത്തൂരിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അവർ തെലുങ്ക് വിശ്വകർമ്മയാണ്, ഞാൻ മലയാളം വിശ്വകർമ്മയാണ്. മലയാളം വിശ്വകർമ്മയിൽ സുവർണക്കാർ എന്നാണ് ഞങ്ങളുടെ കുലനാമം. അതുപോലെ തന്നെ അവർ തെലുങ്ക് വിശ്വകർമ്മ സുവർണക്കാർ. ഇത് അവർ തന്ന ഭക്ഷണമാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചതാണ് കേട്ടോ. പക്ഷേ ഒരുപാട് നിർബന്ധം കൊണ്ട് ഇപ്പോൾ നല്ല അന്തസ് ഭക്ഷണം തമിഴ്നാട്ടിലെ അതായത് തെലുങ്ക് ഭക്ഷണമാണ് കേട്ടോ. തൈര് സാദം, പിന്നെ പക്കവടയല്ല, കുക്കൂട കൂട്ടോ. അവിടെ പോയിട്ട് എടുത്ത് പോയിട്ട് എടുത്തടി
ഓക്കെ. തപാൽപ്പെട്ടി അതിൻ്റെ ചുറ്റും ആൾക്കാർ നിൽക്കുക. ഇങ്ങോട്ട് കണക്കാൻ അനുവാദമില്ല. ക്വാർട്ടേഴ്സുകളാണ്. കാലടി ശ്രീ ശങ്കരാചാര്യരുടെ ജന്മക്ഷേത്രമായ കാലടിയിൽ പെരിയാറുണ്ട്. പെരിയാറിൻ്റെ നടുവിൽ ഒരു ശിവൻ്റെ ക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ. അത് കാണണം എന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയാലാണ്, അതായത് ഈ ജന്മക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാലാണ് പുറത്തേക്ക് പുഴയിലേക്ക് നോക്കുമ്പോഴാണ് ആ ക്ഷേത്രം കാണാൻ കഴിയുള്ളൂ. അവിടെ പണ്ട് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. പണ്ട് അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്, ശിവൻ്റെ ഒരു ക്ഷേത്രം. അപ്പോൾ അത് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയെന്നോ അങ്ങനെയൊക്കെയാണ് പറയുന്നത്, ചരിത്രം പറയുന്നത്. ആ വിഗ്രഹം ഈ പെരിയാറിൽ നിന്ന് തന്നെ കണ്ടു കിട്ടുകയും ഇവിടെ അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോൾ യഥാസ്ഥാനത്ത് അതേ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കണം എന്നുമാണ് അഷ്ടമംഗല്യ പ്രശ്നത്തിൽ വിധിയുണ്ടായിരുന്നത്. അപ്പോൾ യഥാസ്ഥാനത്ത് തന്നെ വീണ്ടും അവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ച് അവിടെ ഒരു ചെറിയൊരു ശ്രീകോവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ എല്ലാ വർഷവും ശിവരാത്രിക്ക് അവിടെ ആഘോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവിടുന്ന് വെള്ളമുണ്ടെങ്കിൽ വഞ്ചിയിൽ പോയിട്ടാണ് അവിടെ എല്ലാ ശിവരാത്രി ആഘോഷങ്ങളൊക്കെ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ കാലടി ശ്രീ ശങ്കരാചാര്യരുടെ ജന്മക്ഷേത്രം ഞങ്ങൾ കണ്ടു. എന്തൊരു അനുഭൂതിയാണെന്നറിയാമോ, എന്തൊരു സുഖമാണെന്നറിയാമോ. ആ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോരാൻ തോന്നില്ല. അത്രയ്ക്ക് പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. വന്ന് കാണണം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലത്ത് നമുക്ക് ജീവിക്കാൻ, നമുക്ക് ജനിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അല്ല എന്നൊന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ഏകദേശം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.